ഹായ് ഓൾ, വെൽക്കം ടു CC ബാങ്ക്. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പൊ നമുക്കറിയാം CICBയുടെ നോട്ടിഫിക്കേഷൻ വന്നു. അതിന്റെ എക്സാം നടക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് എന്ത് വന്നു? അടുത്ത നോട്ടിഫിക്കേഷൻ വന്നു. ത്രൂ ഔട്ട് ഇയറിൽ നമുക്ക് എക്സാമുകളാണ്, നോട്ടിഫിക്കേഷൻസ് ആണ്. അത് നമ്മളെ സംബന്ധിച്ച് ഒരു BCom കോർപ്പറേഷൻ അല്ലെങ്കിൽ HDC JDC ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ വലിയൊരു അവസരമാണ് തുറന്നു വെക്കുന്നത്. അപ്പൊ നമ്മുടെ പഠനം എന്ത് ചെയ്യണം? കുറച്ചുകൂടി നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കോപ്പറേറ്റീവ് ലോയിലെ കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. നമുക്കറിയാം CICB എക്സാമിന് 15 മാർക്കിനാണ് നമുക്ക് കോപ്പറേറ്റീവ് ലോയിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നത്. 110 സെക്ഷൻസും 201 റൂളുകളിൽ നിന്നും 15 ചോദ്യങ്ങൾ. അപ്പൊ നമ്മൾ അതിലെ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെന്റ് ആക്ട് 2023 enacted in dash year of Republic of India. എന്താണ് ചോദ്യം? ഇന്ത്യക്ക് റിപ്പബ്ലിക് കിട്ടിയിട്ട് എത്രാമത്തെ വർഷമാണ് KCS അമെൻമെന്റ് ആക്ട് 2023 വന്നതെന്നാണ്. ഓപ്ഷൻ എ 76, ഓപ്ഷൻ ബി 74, ഓപ്ഷൻ സി 73, ഓപ്ഷൻ ഡി 75. നമുക്കറിയാം ഇന്ത്യക്ക് റിപ്പബ്ലിക് കിട്ടിയതിന്റെ 74ാമത്തെ വർഷമാണ് നമ്മുടെ KCS അമെൻമെന്റ് ആക്ട് 2023 നിലവിൽ വന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. It has been made obligatory for an auditor to submit the report within the dash from the date of the completion of audit of the society. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഓഡിറ്റ് നടത്തി എത്ര നാൾക്കകം ഓഡിറ്റർ എന്ത് ചെയ്തിരിക്കണം? റിപ്പോർട്ട് സമർപ്പിക്കണം എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ 1 month, ഓപ്ഷൻ ബി 3 months, ഓപ്ഷൻ സി 30 days, ഓപ്ഷൻ ഡി 4 months. നമുക്കറിയാം CICB എക്സാമിന് ഓഡിറ്റിൽ നിന്നും ഒരു ചോദ്യം വരാറുണ്ട്. നമുക്ക് എപ്പോഴും ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ടുള്ള ദിവസങ്ങളുടെ കണക്ക് നമുക്കറിയാം. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്തിട്ട് എത്ര നാൾക്കകം ഓഡിറ്റ് നടത്തണം, എത്ര നാൾക്കകം ചീഫ് എക്സിക്യൂട്ടീവ് അതിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്ത് മാനേജ്മെന്റ് കമ്മിറ്റിക്ക് നൽകണം, അത് മാനേജ്മെന്റ് കമ്മിറ്റി എത്ര നാൾക്കകം ഓഡിറ്റർക്ക് സമർപ്പിക്കണം, അങ്ങനെയുള്ള ദിവസങ്ങളുടെ കണക്ക് നമുക്ക് ഓഡിറ്റിൽ നിന്നും ചോദിക്കാറുണ്ട്. ഇവിടെ ചോദിച്ചത് എന്താണ്? ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര നാൾക്കകം ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര നാൾക്കകമാണ് ആ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് എത്ര നാൾക്കകമാണ് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതെന്നാണ്. നമുക്കറിയാം 30 ദിവസത്തിനകമാണ് അല്ലെ. അതായത് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കണം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. If the audit discloses any misappropriation or fraud or defalcation of money or property or asset of the society, audit team shall prepare a special report and forward the same to dash. എന്താണ്? നമ്മൾ ഓഡിറ്റ് നടത്തുമ്പോൾ ഓഡിറ്റ് ടീം എന്ത് ചെയ്യുന്നു? കുറച്ച് ഫ്രോഡ്, ചില പണത്തിന്റെ തിരിമറിയൊക്കെ കണ്ടെത്തുകയാണ് എങ്കിൽ എന്ത് ചെയ്യണം? ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് ഈ സ്പെഷ്യൽ റിപ്പോർട്ട് ആർക്കാണ് സമർപ്പിക്കേണ്ടതെന്നാണ്. ഓപ്ഷൻ എ രജിസ്ട്രാർ, ഓപ്ഷൻ ബി DCA, ഓപ്ഷൻ സി ഹെഡ് ഓഫ് ദി ടീം, ഓപ്ഷൻ ഡി A and B. ആർക്കൊക്കെയാണ് സമർപ്പിക്കേണ്ടത്? നമുക്കറിയാം അങ്ങനെ ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ആർക്ക്? രജിസ്ട്രാർക്കും അയക്കണം, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനും അയച്ചിട്ടുണ്ടായിരിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് എപ്പോഴും തന്നെ എക്സാം, എല്ലാ മാസവും തന്നെ നമുക്ക് എക്സാം വരുന്ന ഒരു രീതിയിലേക്കാണ് CICB മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അപ്പൊ നമ്മുടെ പഠനത്തിന് എന്ത് ചെയ്യണം? ഒന്ന് ട്രാക്ക് മാറ്റണം. ഇപ്പൊ നിങ്ങൾ 1 മുതൽ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നമ്മുടെ മിറാക്കിൾ 6 month ബാച്ച് ഉണ്ട്. നമ്മൾ A to Z, അതായത് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ആ ഒരു കോപ്പറേറ്റീവ് ലോ ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, അതിന്റെ ബേസ് മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ പരിശീലിപ്പിക്കുന്ന ഒരു ബാച്ചാണ് നമ്മുടെ 6 month ബാച്ച് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ വരെയും CICB എക്സാമുകൾക്ക് വരാറുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ പോലും വളരെ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് അല്ലെങ്കിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ബാച്ചിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതുപോലെ ഇപ്പൊ നിങ്ങളൊരു ബ്രേക്ക് വന്നതിന് ശേഷം അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാമുകളൊക്കെ എഴുതിയിട്ട് കട്ട് ഓഫ് മറികടക്കാൻ പറ്റാതെ കട്ട് ഓഫിന് തൊട്ടടുത്ത് വന്നിട്ട് നിൽക്കുകയാണ്, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ നമ്മുടെ 3 month ബാച്ച് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ CICBക്ക് പഠിക്കാൻ വേണ്ടി മാത്രം ടൈം സ്പെൻഡ് ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആയിക്കോട്ടെ, നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് എങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഒരു ബാച്ചുകളെല്ലാം തന്നെ വരുന്നത്. അപ്പൊ നമ്മുടെ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 89 21 44 05 80. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞുകൊണ്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. In the case of those societies which are liable to file income tax return
financial statement for that purpose shall be duly certified auditor within dash from the end of the financial year. എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമുക്കറിയാം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സൊസൈറ്റീസ് എന്ത് ചെയ്തിരിക്കണം? നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്ററിൽ നിന്നും എന്ത് ചെയ്തിരിക്കണം? സർട്ടിഫൈ ചെയ്തിരിക്കണം. അത് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്തിട്ട് എത്ര നാൾക്കകമാണ് അത് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 2 months, ഓപ്ഷൻ ബി 3 months, ഓപ്ഷൻ സി 6 months, ഓപ്ഷൻ ഡി 45 days. ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക? നമുക്കറിയാം 3 മാസത്തിനകമാണ് അല്ലെ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 3 മാസത്തിനകം എന്ത് ചെയ്തിരിക്കണം? നമ്മുടെ ഓഡിറ്ററിൽ നിന്നും ഡ്യൂലി സർട്ടിഫൈഡ് ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ത് ചെയ്തിരിക്കണം? സബ്മിറ്റ് ചെയ്തിരിക്കണം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഈ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് ഓർ ആൻ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് one seat in the committee of each such society shall be reserved for the member having a deposit of dash rupees and above. നമുക്കറിയാം നമ്മുടെ മാനേജ്മെന്റ് കമ്മിറ്റി റിസർവേഷൻ ഉണ്ട് അല്ലെ. അപ്പം ഒരു നിശ്ചിത എമൗണ്ടിന് മുകളിൽ ഡെപ്പോസിറ്റ് ഉള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സീറ്റ് റിസർവ് ചെയ്യുന്നുണ്ട്. എത്ര സീറ്റാണ്? ഒരു സീറ്റാണ് നമ്മൾ റിസർവ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു സീറ്റ് കിട്ടണമെങ്കിൽ അയാൾക്ക് മിനിമം എത്ര രൂപ അവിടെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉണ്ടായിരിക്കണം എന്നാണ്. ഓപ്ഷൻ എ പറയുന്നു 10,000, ഓപ്ഷൻ ബി 15,000, ഓപ്ഷൻ സി 20,000, ഓപ്ഷൻ ഡി 25,000. ഇത് നമുക്കറിയാം കഴിഞ്ഞ CSEB എക്സാമുകൾക്കെല്ലാം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഒരു ചോദ്യമാണ്. കാരണം അമെന്റ്മെന്റിന് ശേഷം നമ്മൾ എന്താണ് വന്ന എല്ലാ എക്സാമുകളിലും ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ഇതിന്റെ ആൻസർ അറിയാം. എത്രയാണ്? 25,000. അതായത് ഒരു അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ ഒരു പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയില് ഒരു സീറ്റ് മാനേജ്മെന്റ് കമ്മിറ്റിയിലെ ഒരു സീറ്റ് 25,000 അല്ലെങ്കിൽ അതിന് മുകളിലോ ഡെപ്പോസിറ്റ് ഉള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. As per section 28 subsection 2A, no member of the committee of a society shall be eligible for election to the committee for more than consecutive terms, irrespective of whether the term is in full or in part. എന്താണ് ചോദ്യം? നമ്മളിപ്പോ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് പറയുന്നത്? മാനേജ്മെന്റ് കമ്മിറ്റിയിലേക്ക് ഒരാൾക്ക് മാക്സിമം എത്ര വട്ടം തിരഞ്ഞെടുക്കപ്പെടാം? അതിൻ്റെ അകത്ത് ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. അവര് കംപ്ലീറ്റ് ആയിട്ട് അതായത് ഫുള്ളോ അല്ലെങ്കിൽ പാർട്ടോ, അതായത് നമുക്കറിയാം ഒരു മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ആ 5 വർഷം തികച്ചോ അല്ലെങ്കിൽ തികച്ചില്ലയോ എന്നൊന്നും കൺസിഡർ ചെയ്യത്തില്ല. മാക്സിമം എത്ര വട്ടം ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാനേജ്മെന്റ് കമ്മിറ്റിയിൽ അംഗമാകാൻ പറ്റുമെന്നാണ്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. എത്രയാണ്? നമുക്കറിയാം ഒരാൾക്ക് ഒരു മാനേജ്മെന്റ് കമ്മിറ്റി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജ്മെന്റ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ പറ്റുന്ന മാക്സിമം ടൈം എന്ന് പറയുന്നത് 3 കോൺസിക്യൂട്ടീവ് ടേംസ് ആണ്. അതായത് തുടരെയായിട്ട് 3 വട്ടത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ പറ്റത്തുള്ളൂ. അയാള് 5 വർഷം പൂർത്തീകരിച്ചോ അല്ലെങ്കിൽ പൂർത്തീകരിച്ചില്ല അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ചെയ്തില്ല എന്നുള്ള കാര്യം അവിടെ എന്ത് ചെയ്യില്ല? കൺസിഡർ ചെയ്യത്തില്ല. അടുത്ത ചോദ്യം. As per section 28B, the government shall by notification in the Gazette constitute a state cooperative election commission for the superintendent's direction and control of the preparation of electoral rolls and for the conduct of all elections too. അതായത് നമുക്കറിയാം സെക്ഷൻ 28B എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ എവിടേക്കൊക്കെയുള്ള ഇലക്ഷൻ ആണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഓപ്ഷൻ ബി ദി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ, ഓപ്ഷൻ സി ദി സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. എവിടേക്കൊക്കെയാണ്? നമുക്കറിയാം നമ്മുടെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്ന ആരാണ്? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. അതുപോലെ തന്നെ നമ്മുടെ സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ CCU അല്ലെ, CCUയിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നത് ആരാണ്? അത് നമ്മുടെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓൾ ഓഫ് ദീസ് ആണ്. കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ഏതുമായിക്കൊള്ളട്ടെ ഉദ്യോഗാർത്ഥികളെ ആദ്യ റാങ്കിലേക്ക് എത്തിക്കുവാനായിട്ട് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് CC ലേണിംഗ് ആപ്പിന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്കിലും നിങ്ങൾ നമ്മുടെ CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് കൃത്യമായ ഗൈഡൻസോട് കൂടി നിങ്ങൾക്ക് ആദ്യ റാങ്കിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് CC നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുക. അതിൽ കൂടി നിങ്ങളൊന്ന് ജോയിൻ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്